ക്യാമറ കംപ്ലൈന്റ് ആയ സമയത്ത് ഒന്ന് രണ്ട് ഗുണ്ടകളെ നീയും ഇവരും കൂടി അകത്ത് കയറ്റിയത് മറന്നുപോയോ? വീട്ടിൽ ആരോ കയറിയതായി ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. എങ്കിലും ആ സംശയം സത്യമാണെന്ന് തെളിഞ്ഞത് വരുണിന്റെ ആളുകൾ കാരണമാണ്. ഇന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ മകന് ആദ്യം നേരിടേണ്ടി വന്നത് അവൻ്റെ ഗുണ്ടകളെ തന്നെയാണ്. ദേവിന്റെ തല്ല് താങ്ങാനാവാതെ അവന്മാർ സത്യം പറഞ്ഞു. നീയും ഇവരും കൂടി അവന്മാർക്ക് ഈ വീടിന്റെ പിൻവശത്തെ വാതിൽ തുറന്നു കൊടുത്ത കഥ. മാത്രമല്ല, ദേവും ഇന്ദുവും സംസാരിക്കുന്നതും അടുത്തു നിൽക്കുന്നതുമായ വീഡിയോകൾ വരുണിനെ അയച്ചുകൊടുത്തത് നീയല്ലേ? നീ മാത്രം രക്ഷപ്പെടുമെന്ന് വിചാരിച്ചോ? അനുരാധയുടെ കൂർത്ത ചോദ്യത്തിനു മുന്നിൽ സുനിത മുഖം കുനിച്ചു. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും സുനിതെ. അതുകൊണ്ട് മര്യാദക്ക് നീ ഇവരുടെ കൂടെ പോകാൻ നോക്ക്. എന്റെ കുട്ടിയെ ദ്രോഹിക്കാൻ കൂട്ടുനിന്നവരൊന്നും ഇനി ഇവിടെ വേണ്ട. സുനിത കരഞ്ഞുകൊണ്ട് അനുരാധയുടെ കാലിൽ വീഴാൻ ഭാവിച്ചു. പക്ഷേ അപ്പോഴേക്കും സാറാമ്മ അടക്കമുള്ള പോലീസുകാർ അവരെ പിടിച്ചു വലിച്ച് കൊണ്ടുപോയി. സുനിത കരച്ചിലോടെയാണ് പോയതെങ്കിൽ ദേവിയമ്മ വിദ്വേഷത്തോടെ ഇന്ദുവിനെ നോക്കിയതിനു ശേഷമാണ് സ്ഥലം വിട്ടത്. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു യുദ്ധം തീർന്ന പ്രതീതിയായിരുന്നു. ഇന്ദു കരഞ്ഞുകൊണ്ട് അനുരാധയുടെ നേരെ കൈകൂപ്പി. എനിക്ക് മാപ്പ് തരണേ അമ്മേ. അവൾ അവരുടെ കാലിലേക്ക് വീഴാൻ ഒരുങ്ങുകയായിരുന്നു. പക്ഷേ അതിനനുവദിക്കാതെ അനുരാധ അവളെ വീണ്ടും തൻ്റെ നെഞ്ചോട് ചേർത്തു. ഇന്ദു ആ നെഞ്ചിൽ ശിരസ് ചേർത്ത് സമാധാനത്തോടെ അങ്ങനെ നിന്നു. ഇതെല്ലാം കണ്ട് ദക്ഷയുടെ മുഖം മാറുന്നത് രണ്ടുപേരും ശ്രദ്ധിച്ചില്ല. സാരമില്ല മോളെ, നീ എപ്പോഴും പറയാറില്ലേ നിനക്ക് പേടിയാണെന്ന്. പക്ഷെ നിന്റെ ഉള്ളിലെ ധൈര്യമുള്ള പെണ്ണിനെ ഞാനിന്ന് കണ്ടു. ആ ദേവ്യമ്മയുടെ മുഖത്തിട്ട് രണ്ട് കൊടുത്തപ്പോൾ പിന്നെ ചതിയിൽപ്പെട്ടിട്ടും ആ വരുണിനെ പിടികൊടുക്കാതെ നീ പിടിച്ചു നിന്നില്ലേ? അതൊക്കെ കൊണ്ട് തന്നെ മനസ്സിലാക്കാം നീ പഴയ ഇന്ദുവിൽ നിന്ന് കുറേ ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു എന്ന്. അത് കേട്ടപ്പോൾ ഇന്ദുവിന് ഹൃദയം നിറഞ്ഞു. അവൾ ഒന്നുകൂടി അനുരാധയോട് ചേർന്ന് നിന്നു. അവൾക്കപ്പോൾ വല്ലാത്ത ധൈര്യവും സുരക്ഷിതത്വവും തോന്നി. ഹലോ, അമ്മയും മോളും ഇങ്ങനെ ഇന്ന് മുഴുവൻ നിൽക്കാൻ പോവുകയാണോ? കുറച്ച് ഗുണ്ടകളെയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് അടിച്ചൊതുക്കിയിട്ടാണേ വരുന്നത്. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അടിയനെ കൂടി ഒന്ന് പരിഗണിച്ചാൽ നന്നായിരുന്നു. ഒടുവിൽ തമാശ രൂപത്തിലുള്ള ദേവിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് ഇന്ദു അനുരാധയിൽ നിന്ന് അടർന്നു മാറിയത്. അതിനെന്താ മോനെ, ഇന്ദുവിനും വിശക്കുന്നുണ്ടാവും. വാ, അമ്മയാണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം, അനുരാധ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അവർ ദക്ഷയെ ശ്രദ്ധിച്ചു. മോൾക്ക് ഒരുപാട് സംശയങ്ങൾ കാണുമെന്നറിയാം. സാരമില്ല, നമുക്ക് അതേക്കുറിച്ചെല്ലാം വിശദമായി സംസാരിക്കാം. ഇപ്പോഴല്ല. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും വളരെ ടയേർഡാണ്. നാളെയോ മറ്റോ ആകട്ടെ, ഇപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. അനുരാധ ഇന്ദുവിനെ നോക്കി. മോള് പോയൊന്ന് ഫ്രഷ് ആയിട്ട് വാ, അപ്പോഴേക്കും അമ്മ ഭക്ഷണം എടുത്തു വെക്കാം. അവർ പറഞ്ഞത് കേട്ട് സമ്മതഭാവത്തിൽ തലകുലുക്കി. പിന്നെ അകത്തേക്ക് പോയി. ദക്ഷ ഒരു നിമിഷത്തേക്ക് ആ പോക്ക് നോക്കി നിന്നു. ആ ക്ഷീണം നിറഞ്ഞ മുഖത്തിനും അയഞ്ഞുലഞ്ഞു കിടക്കുന്ന മുടിക്കുമിടയിലും അവൾ വളരെ സുന്ദരിയാണെന്ന് ദക്ഷയ്ക്ക് തോന്നി. വേണ്ടായിരുന്നു. എവിടെ നിന്നോ തെണ്ടിക്കയറി ഇങ്ങോട്ട് വന്ന ഇവൾക്ക് ഇത്രയും സൗന്ദര്യം വേണ്ടായിരുന്നു. അവളുടെ മനസ്സ് വിദ്വേഷത്തോടെ ഉരുവിട്ടു. മോൾ എന്താ ഈ ചിന്തിച്ചു നിൽക്കുന്നത്? വാ, നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോകാം. അനുരാധയുടെ ശബ്ദമാണ് ദക്ഷയെ ഉണർത്തിയത്. ഞാൻ പറയുന്നത് കൊണ്ട് ആന്റിയും ദേവും ഒന്നും വിചാരിക്കരുത്. എനിക്ക് ഇന്ദുവിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും അറിയില്ല. പക്ഷെ ഇവിടെ കണ്ടതും കേട്ടതും വെച്ച് ഞാൻ പറയുകയാണ്. നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കുരിശാണ് തലയിലെടുത്ത് വെച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. ഒന്നാമത് ഇന്നത്തെ കാലമല്ലേ ആന്റി, വളരെ സൂക്ഷിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് നമ്മളെപ്പോലെ സമൂഹത്തിൽ പേരും സ്റ്റാറ്റസും ഉള്ളവർക്ക്. മോൾ എന്താ പറഞ്ഞു വരുന്നത്? അനുരാധ നെറ്റിച്ചുളിച്ചു. എന്തിനാണ് നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾ എടുത്ത് തലയിൽ വെക്കുന്നത്? ഇനി ഇതേ തുടർന്ന് എന്തൊക്കെ ഉണ്ടാകുമെന്ന് ആർക്കറിയാം? എന്തൊക്കെ പറഞ്ഞാലും അയാൾ അവളുടെ ഭർത്താവല്ലേ. പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അവളെ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് ശരിയാണോ? അവൾക്കാണെങ്കിലും അയാളോട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? പ്രത്യേകിച്ചും അവൾക്ക് റിലേറ്റീവ്സ് ആരുമില്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെയൊക്കെ വാശി കാണിക്കാമോ? അനുരാധയുടെ മുഖം പെട്ടെന്ന് വിവർണമായി. ദേവിന്റെ മുഖവും വല്ലാതെയായി. അതേ സമയത്ത് വരുൺ ഹോസ്പിറ്റൽ ബെഡിൽ കിടന്ന് പുളയുകയായിരുന്നു. വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിട്ടും അതിൻ്റെ എഫക്റ്റ് അധികം നീണ്ടു നിൽക്കുന്നില്ല. ഇനി കുറച്ചുനാൾ കിടക്കയിൽ തന്നെയാകും എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ആ നന്ദിയില്ലാത്തവൾ എൻ്റെ മോനോട് ഇത് ചെയ്തല്ലോ. അവളെ എൻ്റെ കയ്യിൽ കിട്ടണം, ശവം. രാജേശ്വരി ഇടയ്ക്കിടെ പെറുപിറുത്തുകൊണ്ടിരുന്നു. അവൾക്ക് വേറെ ഏതോ ഒരുത്തൻ ഉണ്ടല്ലോ അമ്മേ, അതുകൊണ്ടാണ് ഇത്ര ധൈര്യം. നമ്മുടെ കാലിലെ ചെരുപ്പ് പോലെ കിടന്നവളാ. അതോർക്കുമ്പോഴാ എനിക്ക് പെരുത്ത് കയറുന്നത്. ചിത്താരയ്ക്ക് കലിയടങ്ങുന്നുണ്ടായിരുന്നില്ല.
ശരിക്കും അവൾ അളിയന്റെ ഭാര്യയല്ലേ? അളിയൻ ഇങ്ങനെ കിടക്കുമ്പോൾ അവളല്ലേ അളിയനെ ശുശ്രൂഷിക്കേണ്ടത്? ഇതൊക്കെ കേസിനുള്ള വകുപ്പാണ് അളിയ. അതായത് ഭർത്താവ് വയ്യാതെ കിടക്കുമ്പോൾ ഭാര്യ കാമുകനോടൊപ്പം സുഖിക്കുന്നു. ഈ വകുപ്പിൽ നമുക്കൊരു കേസ് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അവൾക്ക് അവനോട് വേണ്ടാത്ത ബന്ധമൊക്കെ ഉണ്ടല്ലോ. അതൊന്നും കോടതിയുടെ കണ്ണിൽ ശരിയായ നടപടിയല്ല. ഹേമന്തിന്റെ വാക്കുകൾ വരുണിന്റെ മനസ്സ് ചൂടിപ്പിടിപ്പിക്കുന്നതായിരുന്നു. അത് പിന്നെ അങ്ങനെയല്ലേ? അവളൊരു അനാഥയായ സ്ഥിതിക്ക് ഭർത്താവിനും കുടുംബത്തിനുമാണ് അവളുടെ മേൽ പൂർണ്ണ അധികാരം. അങ്ങനെയല്ലെന്ന് പറയാൻ ആർക്കും സാധിക്കില്ല. പ്രത്യേകിച്ച് നിലവിൽ അവൾ ഇവന്റെ ഭാര്യയാണല്ലോ. രാജേശ്വരി അത് ശരിവെച്ചു. അമ്മയും ഹേമന്തേട്ടനും പറയുന്നത് ശരിയാണ്. ഇപ്പോഴും അവളുടെ മേൽ നമുക്ക് മാത്രമാണ് അധികാരം. ആ അധികാരം ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും അവളെ വീണ്ടും ഇവിടെ കൊണ്ടുവരണം. പിന്നെ ജീവിതകാലം മുഴുവൻ അവൾ പുറം ലോകം കാണരുത്. പണ്ടത്തെ പോലെ നമ്മുടെ ജോലിക്കാരിയിലും താഴെയായി അവൾ ഇവിടെ ജീവിക്കട്ടെ. ഓരോ ദിവസവും അവൾ നരകിക്കണം. കയ്യൂക്ക് കൊണ്ട് അവളെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി അതുതന്നെ മാർഗം. സിത്താര പറഞ്ഞത് കേട്ട് വരുണിന്റെ കണ്ണുകൾ കുറുകി. ഇന്ദുവിനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അവന്റെ കണ്ണുകൾ ജ്വലിച്ചു. അവളോടും ദേവിനോടുമുള്ള പക അവന്റെ സിരകളിൽ കത്തിയെരിഞ്ഞു. അളിയനെന്താ ഒന്നും പറയാത്തത്? ഹേമന്ത് ചോദിച്ചു. എനിക്ക് അളിയനോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊന്ന് പുറത്തേക്ക് നിന്നേ, വരുൺ രാജേശ്വരിയോടും സിത്താരയോടും ആവശ്യപ്പെട്ടു. അവർ പരസ്പരം ഒന്ന് നോക്കിയതിനു ശേഷം മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്താ അളിയ? ഹേമന്ത് ആശങ്കയോടെ ചോദിച്ചു. അല്ല, അന്നളിയൻ ഒരു അപകടം പറ്റി ഹോസ്പിറ്റലിലായില്ലേ? ഉവ്, അതിന്? അല്ല, അന്ന് മുഖംമൂടി വെച്ച ഒരുത്തൻ അളിയനെ ഒരു കാര്യവുമില്ലാതെ തല്ലി എന്നല്ലേ അളിയൻ പറഞ്ഞത്? അതെ. എന്താ ഇപ്പോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഹേമന്തിന്റെ ശബ്ദത്തിൽ ഭീതി നിറഞ്ഞു. അന്നത്തെ തന്റെ അവസ്ഥ ഓർത്തപ്പോൾ അവനിൽ ഒരു ഉൾക്കിടിലമുണ്ടായി. ശരീരമാകെ വിറച്ചു. എന്നെ തല്ലിയതും മുഖംമൂടി ധരിച്ച ഒരുത്തനാണ്, അതും ആ ബിച്ചിന് വേണ്ടി. അതുകൊണ്ട് ഞാൻ ഹേമന്തേട്ടനോട് ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, അന്ന് എന്തു അവിടെ ഉണ്ടായിരുന്നല്ലോ? ഹേമന്തേട്ടനെ തല്ലിക്കിട്ടിയതിൽ അവൾക്ക് വല്ല പങ്കുമുണ്ടോ? അത് പിന്നെ വരുണേ. ഉണ്ടെങ്കിൽ ഹേമന്തേട്ടൻ അത് തുറന്നു പറയണം. ഞാൻ ഓർക്കുന്നു, അന്നവൾ കുറെ നേരം മിസ്സിംഗ് ആയിരുന്നു. ഹേമന്തേട്ടനെയും അവിടെയെങ്ങും കണ്ടില്ല. വരുണിന്റെ മിഴികൾ ഹേമന്തിൽ തന്നെ കുരുത്തുനിന്നു. അവനൊരു മറുപടി കൊടുക്കാതെ രക്ഷപ്പെടാനാവില്ലെന്ന് ഹേമന്തിന് മനസ്സിലായി. അത് പിന്നെ അന്ന് ആ ഫംഗ്ഷന്റെ ഇടയിൽ വെച്ച് ഇന്ദൊരുത്തന്റെ കൂടെ കൊഞ്ചിക്കുഴഞ്ഞ് നിൽക്കുന്നത് കണ്ടു. മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലമല്ലേ? അവിടെ വെച്ചിട്ടാണ് ഞാൻ അവരെ സ്കെച്ച് ചെയ്തത്. അവിടെ വെച്ച് അവർ ഹഗ് ചെയ്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു. വരുണിന്റെ നെറ്റി ചുളിഞ്ഞു. ആരാണവൻ? അവന്റെ പേരും നാളൊന്നും എനിക്കറിയില്ല. പിന്നെ കുറച്ചകലെ വെച്ച് കണ്ടതുകൊണ്ട് ആളാരാണെന്ന് വ്യക്തമായില്ല. അവനാണെങ്കിൽ ഒരു മാസ്ക് ധരിച്ചിരുന്നു. ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് തന്നെ ഇന്ദു എന്ന് ഉച്ചത്തിൽ വിളിച്ചു. അപ്പോൾ മറ്റവൻ ഓടിമറിയുകയും അവൾ ഞെട്ടി അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു. ഞാൻ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് വരുണിനെ നീ ചതിക്കും അല്ലേടി എന്ന് ചോദിച്ച് ഒരെണ്ണം കൊടുത്തു. എന്നിട്ടെന്താ? അവൾ എന്നെ തടയാൻ ശ്രമിച്ചു. അതവളുടെ കാമുകനാണെന്നും അവളുടെ ഭർത്താവെന്ന നാറിയുടെ കൂടെ ജീവിക്കാൻ അവൾക്ക് ഇഷ്ടമല്ലെന്നും അവൾ പറഞ്ഞു. നീ പോയി പണി നോക്കടാ എന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അവൾ. പിന്നെ പറയാതെ അവന്റെ കൂടെ അവൾ എല്ലാം കഴിഞ്ഞെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്നിട്ട് ദേഷ്യത്തിൽ വരുണിന്റെ കൈകൾ ബെഡ്ഷീറ്റിൽ മുറുകി. പിന്നെ എന്തുണ്ടായി? ആ നശിച്ചവൾ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ അവൾക്ക് നേരത്തെ തന്നെ അവനുമായി ബന്ധമുണ്ടായിരുന്നു. വരുൺ പല്ലുകടിച്ചു. അതെ. അവളുടെ അത്തരത്തിലുള്ള സംസാരം കേട്ടപ്പോൾ എനിക്കവളെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി. ഞാൻ അവളുടെ കഴുത്തിനെ കുത്തിപ്പിടിച്ചു. അവൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞിട്ടും ഞാൻ വിട്ടില്ല. പക്ഷെ പെട്ടെന്നാണ് പിന്നിൽ നിന്ന് തലയ്ക്ക് ഒരടിയേറ്റ് ഞാൻ വീണത്. ഒരു മുഖമുടി ധരിച്ച രൂപമായിരുന്നു എന്നെ അടിച്ചത്. പിന്നെ അടിയുടെ പൊടി പൂരമായിരുന്നു. പിന്നെ ഞാൻ കണ്ണു തുറക്കുന്നത് ഹോസ്പിറ്റലിൽ ബെഡിലാണ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഹേമന്തേട്ടൻ എന്തേ അന്ന് പറയാതിരുന്നത്? നിങ്ങളൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാമായിരുന്നു. അവൾ ഒരിക്കലും പിന്നെ നമ്മുടെ പിടിവിട്ടു പോകുമായിരുന്നില്ല. ഛേ, എല്ലാം തൊലച്ചില്ലേ? ഞാനത് മനഃപൂർവ്വം പറയാതിരുന്നതാ വരുണെ. ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുമ്പോൾ നീയും സിതാരയും പുറത്തേക്ക് പോയ സമയത്ത് ഇന്ദു കുറച്ചു നേരം അവിടെ നിന്നിരുന്നു.
നടന്നതൊന്നും ആരോടും പറയരുതെന്നും പറഞ്ഞാൽ ഞാൻ അവളോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചെന്ന് എല്ലാവരോടും പറയുമെന്നും അവൾ പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ വല്ലാത്ത പോലെയായി. മാത്രമല്ല ഇനി താനൊരു തെറ്റും ചെയ്യില്ല എന്നും വരുണേറ്റൻ്റെ നല്ല ഭാര്യയായിരിക്കുമെന്നും കൂടി ഇന്ദു പറഞ്ഞു. നിന്റെ ജീവിതം കൂടി ഓർത്തപ്പോൾ എനിക്ക് ആ കാര്യം ഒന്നും വെളിയിൽ പറയാൻ പറ്റിയില്ല. ഹേമന്തേട്ടന് ധൈര്യമായി അത് പറയാമായിരുന്നു. അവളെ ആര് വിശ്വസിക്കാനാണ്? നിങ്ങളൊരു വലിയ മണ്ടത്തരമാണ് കാണിച്ചത്. അതുകൊണ്ട് ഇപ്പൊ എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടായി. അവൾ എന്നേക്കുമായി കൈവിട്ടു പോയില്ലേ? ഹേമന്ത് ദയനീയമായി വരുണിനെ നോക്കി. പറ്റിപ്പോയി വരുൺ. വരുൺ പെട്ടെന്ന് തൻ്റെ ഫോണെടുത്ത് സുനിതയും ദേവിയമ്മയും കൂടി ഫോണിലേക്ക് അയച്ച ദേവിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു. അവനും ഇന്ദുവും കൂടി നിൽക്കുന്നതായിരുന്നു അത്. വ്യക്തമായി കണ്ടില്ലെങ്കിലും ഇവൻ്റെ ചായയുണ്ടോ ആ റാസ്കലിന്? ദേവിനെ കണ്ടപ്പോഴും എന്തെന്നറിയാതെ ഹേമന്തിൻ്റെ മനസ്സിൽ ഭയം നിറഞ്ഞു. അതെ, ഇവൻ്റെ ഒരു ചായയുണ്ട്. അപ്പോൾ എന്നെ തല്ലിയതും ഇവൻ തന്നെയാണ്. മുഖമുടി ധരിച്ച് തല്ലുന്നതാവും ഇവൻ്റെ സ്റ്റൈൽ. ഇവനും അവളും തമ്മിൽ അന്നു മുതൽ തന്നെ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. എന്നിട്ട് അതെല്ലാം മറച്ചുവെച്ച് അവൾ പതിവ്രത ചമയുകയായിരുന്നു. വരുൺ പറഞ്ഞത് ശരിയായിരിക്കുമെന്ന് ഹേമന്തിന് തോന്നി. ഇവൻ തന്നെയാവും തന്നെ തല്ലിയത്. തന്നെ അവളുടെ പേരിൽ ഹോസ്പിറ്റലിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയതും ഇവൻ തന്നെയാവും. തന്നെ തല്ലിയവനെ കൺമുന്നിൽ കണ്ടാലെന്നതുപോലെ ഹേമന്ത് വിറച്ചു. ഇനിയിപ്പോൾ എന്തു ചെയ്യും വരുൺ? ആലോചിക്കണം. അവൻ അത്ര കുറഞ്ഞ പുള്ളിയൊന്നുമല്ല എന്ന് മനസ്സിലായില്ലേ? വരുൺ ഞെരങ്ങിക്കൊണ്ട് പറഞ്ഞു. ഹേമന്തിനത് അറിയാവുന്ന കാര്യമായതുകൊണ്ട് തന്നെ അവൻ പ്രത്യേകിച്ചൊന്നും മിണ്ടിയില്ല.